റൗണ്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 മത്സരാർത്ഥികൾ വ്യത്യസ്തമായ ചൈനീസ് വിഭവങ്ങൾ തയ്യാറാക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയും വ്യത്യസ്തമായ ചൈനീസ് വിഭവങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള 5 മത്സരാർത്ഥികൾ അവർ തമ്മിൽ മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ ആ കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക. നമസ്കാരം. അപ്പോൾ കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് എനിക്ക്. അത് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് എൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ ഈ ഫ്രണ്ട്ഷിപ്പ് റൗണ്ടിൽ എൻ്റെ കൂടെ ചൈനീസ് വിഭവങ്ങൾ കുക്ക് ചെയ്യാനുള്ളത് ചൈനക്കാരനല്ല, എൻ്റെ ഭാവി സ്വാതിയേട്ടനാണ് കൂടി. സ്വാതിയേട്ടന് കൈരളി പ്രേക്ഷകർക്ക് ഒരുപാട് കുറച്ച് നാൾ മുന്നേ നന്നായി സുപരിചിതമായ ഒരു മുഖമാണ്. അപ്പോൾ വീണ്ടും അതെനിക്ക് ബാക്കിയുള്ളവരിലേക്കായി കൂടുതൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഞങ്ങളുടെ അംഗം. അല്ല, ഇപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അത്യാവശ്യം കട്ട് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാമെന്ന് മനസ്സിലായി. അപ്പോൾ അത്യാവശ്യം കണ്ണേട്ടൻ നല്ല രീതിയിൽ ഇതെല്ലാം ചെയ്യുമെന്ന് വിശ്വാസതയോടെ നമ്മുടെ ചൈനീസ് വിഭവം എന്താണെന്ന് കണ്ണേട്ടൻ പറയും. ഓക്കെ, ഇന്നത്തെ ചൈനീസ് വിഭവം വേറെ ഒന്നുമില്ല. നമ്മൾ വളരെ കോമൺ ആയിട്ട് എല്ലാവരും അറിയാവുന്ന ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. നമ്മളിപ്പോൾ എവിടെ ചെന്നാലും മിക്കവാറും കുട്ടികളും എല്ലാവരും അല്ലേ ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങിക്കുന്ന സാധനമാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഡ്രാഗൺ ചിക്കനാണ്. ഡ്രാഗൺ ചിക്കൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ആ ഒരു ഡ്രാഗൺ മോഡലുള്ള ചിക്കനാണ് ഞങ്ങൾ ഇങ്ങനെ പോകത്തില്ലേ ചൈനീസ് ഡാൻസിലൊക്കെ. ആ സാധനമാണ് ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് എന്താവുമെന്ന് അറിയില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് എല്ലാം അങ്ങോട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഇത്തവണ സ്വാതിയായിട്ട് കൂടി ഇട്ടതുള്ള ആ ഒരു ബലത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് യാത്ര തിരിക്കുകയാണ്. ഒരു പാട്ടോട് കൂടി തന്നെ പാടും. അതൊക്കെ പാടിക്കോണം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോളൂ. ഞാൻ പാടുകയാണ്. ആ പാട്ടിന് വലിയൊരു കഥയുണ്ട്, അത് നിങ്ങൾ പിന്നീട് പറയുന്നത്. ആ ശരി. സംഖ്യകളും നീലമിഴിതളുകളും ഓർമ്മകളിൽ ഓടിയെത്തിയ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രാഗണിന്റെ കുഞ്ഞിനെ പോലെ ഇതൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അത് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഏട്ടൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ചിക്കൻ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് സോസുകളൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത് ഡ്രാഗൺ ചിക്കന്. ഇപ്പോൾ ഒരു ഡീപ് ഫ്രൈക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ നമുക്ക് സോയാ സോസ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് പെപ്പറുണ്ട്, പിന്നെ ഇത് ഓയിസ്റ്റർ സോസ് ഉണ്ട്, അതുപോലെ തന്നെ അജിനാമോട്ടോ, പിന്നെ നമുക്ക് ഹോട്ട് ചില്ലി. ഇതാണ് മെയിനായിട്ട് ചിക്കൻ്റെ. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനാദ്യം ഒന്ന് നമുക്ക് ഇതിനകത്ത് പരുവപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറും മൈദയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വൈറ്റ് എഗ്ഗ് ഇതിനകത്ത് ഇട്ടിട്ട് ഭയങ്കര കലാപരിപാടിയാണ്. അത് ഞാൻ ഇതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ക്യാപ്സിക്കം നമ്മൾ യൂസ് ചെയ്യും. ഏകദേശം മാരിനേഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ക്യാപ്സിക്കം ഇട്ടിട്ട് ഒരു വഴട്ടി ഒരു എടുപ്പുണ്ട്. അതെന്താവെന്ന് അറിയില്ല, എങ്ങനെ വഴണമെന്ന് നമുക്ക് കണ്ടറിയാം. സമ്മതിക്കണം അല്ലേ? ഭയങ്കര സംഭവമാണ്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് പറഞ്ഞില്ലല്ലോ, നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസിന് വേണ്ട ചക്കര ഇരുന്ന് നോക്കിയതിനകത്ത് ചിക്കൻ ഇതിവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ കൂവും. ആ കൂവുന്നതിന് വേണ്ടി ഐശ്വര്യമായിട്ട് ഗണപതിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഓൺ ചെയ്യാം. ഇത് ബിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്കിനി ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ണേട്ടൻ പറയുന്നതായിരിക്കും. ഓക്കെ, ഫ്രൈഡ് റൈസിന് എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും അരി വേണം. അതല്ലാതെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇപ്പം ബീൻസ് വേണം, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, സ്പ്രിംഗ് ഓണിയൻ, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഗ്രീൻ പീസ്, പിന്നെ ഉപ്പ്. അതുപോലെ തന്നെ സോസുകൾ 2-3 സോസുണ്ട്. ഈ സോസ് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ വളരെ ചെറിയ തോതിൽ
ആഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അജിനാമോട്ടോയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കുട്ടൻ അടുപ്പിൽ ഇങ്ങനെ ഇരുന്ന് വേവുകയാണ്. അടുത്തത് ഡ്രാഗൺ കുട്ടനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതാ ഞാനിപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കന് വേണ്ടുന്ന ചിക്കൻ ഒന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ. ശരിക്കും നമ്മൾ ഈ ചിക്കൻ ഒരു ഡീപ്പ് ഫ്രൈ എന്നുള്ളതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ ഒരു ഷാലോ ഫ്രൈ ആണ്, ചെറുതായിട്ടൊരു ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പം അതിന് മുമ്പായിട്ട് എണ്ണ ചൂടാകണം. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നു. ഓഫ് ചെയ്യാല്ലേ? ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്കൊന്ന് അതൊന്ന് നോക്കിയിട്ടാണ് നോക്കിയത്. ചുമ്മാ എടുക്കരുത്, ചുമ്മാ പുറത്തിറക്കരുത്. അത് വെള്ളം ഒഴിച്ചു കളാം. അങ്ങനെ എടുക്കരുത്. കണ്ണാ കുട്ടിയൊന്നും തെറ്റിട്ടില്ല, അതൊരു ഫോട്ടായി. നമുക്ക് തന്നെയാണെങ്കിൽ ടെൻഷനില്ല. കൂടെ ഒരാളുള്ളപ്പോഴത്തേക്കും നമ്മളെ മാത്രം നോക്കിയാൽ കൂടെയുള്ള ഒരാളെ കൂടെ നോക്കട്ടെ. നീ അതല്ലേ കുറച്ച് പുറകോട്ട് മാറിയിരിക്കുന്നു. അതെ, കുട്ടി തെറിക്കുന്നു. കൂടെ കൂടെ നോക്കണ്ടേ? ഒറ്റ ഒരിക്കൽ വലിക്കും പെട്ടെന്ന് വലിക്കും. അല്ലേ, എൻ്റെ കൈ മാറ്റണമെന്നുള്ളൂ ഫാസ്റ്റായിട്ട്. കൈ മാറ്റി നീ വലിച്ചോ ഞാനല്ലല്ലോ വലിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തും പറയാം. കൈ മാറ്റോ കണ്ടോ? തീയിൽ കുരുത്താനോ ഒന്നും പാടില്ല, പേടിക്കണ്ട. പേടിയാവോ എനിക്ക് സത്യമായിട്ടും? എന്തായാലും ഇവിടെ ഇത്ര ടെൻഷൻ അടിക്കാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണ ടെൻഷനൊന്നും ഇല്ലാത്ത പാർട്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത്രയും ഗൗരവം ഇതുവരെ കാണിച്ചിട്ടില്ല. ഗൗരവം മാത്രമല്ല, ചിരിക്കാനാണ്. അങ്ങനെയല്ല, ഇത് ആയുധം വെച്ചുള്ള കളിയാണ്. ആയുധം? ഇത് വലിയൊരു ആയുധല്ലേ? ഒരു ചുമപ്പ് കളറാണ്. ടിഷ്യൂ വിരിച്ച പേപ്പറിലേക്ക് മാറ്റാം. ടിഷ്യൂ വീട്ടിലില്ലെങ്കിൽ വിരിക്കാൻ നിൽക്കണ്ട. പക്ഷെ ടിഷ്യൂ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അത്രയും എണ്ണ എന്നുള്ള കണ്ടന്റ് അങ്ങ് മാറും. നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷിലേക്ക് മാറാൻ പറ്റും. എന്തായാലും വറുത്തു കുറച്ചുകൂടെ വറുത്തേക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ ചിക്കൻ വെന്തിരിക്കുകയാണ്. നമ്മൾ ആദ്യം വെച്ചത്, അതായത് ഈ ചിക്കൻ ആയിരിക്കും നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഫ്രൈഡ് റൈസിനകത്ത് യൂസ് ചെയ്യുന്നത് ചിക്കൻ. ഈ ചിക്കൻ സ്റ്റോക്ക് കുറച്ച് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഈ സ്റ്റോക്കിലായിരിക്കും നമ്മൾ റൈസ് വേവിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ നേരത്തെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വേവിച്ച ചിക്കൻ നമ്മളിപ്പോൾ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഫ്രൈഡ് റൈസിന് നമുക്ക് അരിയില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ലല്ലോ. ചോറ് വേണം, ചോറ് വെക്കാൻ പരിപാടി നടക്കത്തില്ല. നമ്മളെ കുറച്ച് നെയ്യ് വെച്ചിട്ട്, ഒന്നുമില്ല നെയ്യ് കൊണ്ടേ കുറച്ചൊരു ടേസ്റ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ ഇവിടെ ഒട്ടത്തില്ല. അപ്പോൾ അരി ഐശ്വര്യമായിട്ട് കുഴപ്പമില്ലാതൊന്നും എല്ലാം ഒന്ന് ഒട്ടിപ്പിടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വേവണ്ട, പകുതി കുറച്ച് വെന്താൽ മതി. ബാക്കി നമുക്ക് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനും അതൊന്ന് നെയ്യുടെ മണമൊക്കെ ഇങ്ങനെ മൂക്കിൽ വരുന്നെന്ന് തോന്നുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടില്ലേ ആ വെള്ളം കൂടെ. ഇത് കഥ നമ്മൾ ഇപ്പോൾ പറയാം. അതായത് ഞാൻ ആ സമയത്ത് സാറിൻ്റെ അടുത്ത് ഡാൻസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അന്ന് ആണായിട്ട് ഞാൻ മാത്രമല്ല ഡാൻസ് പഠിക്കുന്നത്. അപ്പം ബാക്കി എല്ലാം പെൺപിള്ളേരാണ്.
അതിനകത്ത് ഇവിടെ എന്നെ നോട്ട് ചെയ്യാൻ സമയം കിട്ടി. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തിരുന്നു പറഞ്ഞത്. അപ്പോൾ ശരിക്കും വേറൊന്നുമല്ല, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം പിന്നെയും കാണുകയാണ്. അതായത് ഞാൻ നവംബർ 9 ഒരു ഫോൺ കോളിലൂടെ. ഹലോ, വീണ നായരല്ലേ? ഞാൻ സ്വാതിയാണ്. ഞാൻ സ്വാതിയാണ്. സ്വാതി സുരേഷ് ഭൈമി. സ്വാതി സുരേഷ് ഭൈമി അല്ലേ എന്ന് കൂടി ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർത്തു അതെങ്ങനെ അറിയാം. അങ്ങനെ അടുത്തു, പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടു. പിന്നെ അങ്ങനെ ഞങ്ങൾ ജനുവരി 13 ആദ്യമായിട്ട് കാണും കുമരകത്ത് വെച്ച് കണ്ട സമയത്ത് യാദൃശ്ചികമായിട്ട് രണ്ടുപേരും ഒരേ നിറത്തിലുള്ള ഡ്രസ്സൊക്കെ അതൊക്കെ ഭയങ്കര. പിന്നെ ആ സമയത്ത് പിന്നെ അങ്ങോട്ട് ഭയങ്കര കമ്പനി, ഭയങ്കര ജോലി, അളിയ വിളിക്കുന്ന കമ്പനി. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാനിങ്ങനെ സാറിനെ പറ്റി എപ്പോഴും പറയുന്നു, ഏട്ടൻ്റെ വീട്ടിലും പറയുന്നു. രണ്ട് വീട്ടുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അത് പറഞ്ഞു, പ്രശ്നങ്ങളില്ലാന്ന് തോന്നുന്നു. പിന്നെ കല്യാണത്തെ പറ്റി ആലോചിക്കുന്നു. പിന്നെ അങ്ങോട്ട് പ്രേമിച്ചു. കല്യാണം അതിനിടയ്ക്ക് ആ സമയത്ത് ഏറ്റവും ഹിറ്റായിട്ട് നിന്ന പാട്ടായിരുന്നു ഈ പുഴ. ഞാൻ ആദ്യമായിട്ട് എന്നോട് വീണ ആവശ്യപ്പെട്ടിട്ട് ഞാൻ പാടുന്ന പാട്ട് എന്ന് പറയുന്നത് ഈ പുഴയുമായി. സെലിബ്രിറ്റി കിച്ചൺ മാജിക്കില് നൂഡിൽസും പിന്നെ ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൈനീസ്. അപ്പോൾ എല്ലാവർക്കും അറിയില്ല, എല്ലാവരും എന്നെ ഇവിടെ എപ്പോഴും ഒറ്റയ്ക്ക് കണ്ട് ബോറടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് അതിനു വേണ്ടി ആ ബോറടി മാറ്റാൻ വേണ്ടി ഞാനിതാ വലിയൊരു താരത്തിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നിങ്ങൾ വിചാരിക്കും ഞാനും കൃഷ്ണപ്രഭയും ഇങ്ങനെയാണ് ഇത്രയും നല്ല അടുപ്പം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫീൽഡിൽ വന്ന അന്ന് തൊട്ടല്ലേ, നമ്മൾ അഭിനയ ജീവിതം തുടങ്ങുന്നതിനൊക്കെ മുമ്പേ തന്നെ ഞങ്ങൾ ഡാൻസ് ടീമിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഏകദേശം ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട്. ശരിക്കും ഏറ്റവും ഒരു അത്ഭുതകരമായ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്യണ ജോലി ഏകദേശം ഒരുപോലെയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഒത്തുപോകാൻ ഭയങ്കര പ്രയാസം. കാരണം ഇവള് കോമഡി സ്കിറ്റ് ചെയ്യും, ഞാൻ കോമഡി സ്കിറ്റ് ചെയ്യും, ഇവള് പാടും, ഞാൻ പാടും, ഇവള് ഡാൻസ് ചെയ്യും, ഞാൻ ഡാൻസ് ചെയ്യും. അങ്ങനെയുള്ളവർ ഒരേ ഫീൽഡിൽ പോകുന്നവർ ഇതുപോലെ ഒത്തുപോകാൻ പ്രയാസമാണ്. പക്ഷെ ഞങ്ങൾ ഈ 10 വർഷമായിട്ട് ഇതുവരെ ഒരു മിനിറ്റ് പോലും പിണങ്ങിയിട്ടില്ല. പക്ഷെ ഇന്നത്തോട് കൂടി തീരുമാനമാവും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ജാമ്യമൊക്കെ എടുത്തിട്ടാണ് പറഞ്ഞത്. പാചകമല്ല, വാചകമാണ് എനിക്ക് കൂടുതൽ. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതായത് എനിക്ക് തോന്നി ഈ ഫ്രണ്ട്ഷിപ്പ് എപ്പിസോഡിൽ ഏറ്റവും ഉദാത്തമായ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും നമ്മൾ. ഇവൾക്ക് ഇന്ന് 2-3 പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതൊക്കെ വേണ്ടാന്ന് വെച്ച് ഇതിന് വേണ്ടി എറണാകുളത്ത് നിന്ന് ട്രാൻഡ്രസ് വന്ന് അമ്മേനെയൊക്കെ കൂട്ടി, അമ്മ ഇവളെക്കാട്ടും വലിയൊരു കോമഡി താനാണ്. എൻ്റെ അമ്മയും 2 അമ്മമാരും കട്ടാക്കി നിന്ന് കോമഡി താനാണ്. അങ്ങനെ ഇവർ 2 പേരും ഞങ്ങൾ 4 പേരും കൂടെ ഈ ഷോയ്ക്ക് വേണ്ടി വന്നതാണ്. അപ്പം കൃഷ്ണപ്രഭേനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പം എന്താ പറയുക, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് ഇപ്പോൾ എൻ്റെ ഏറ്റവും ഈ ലാസ്റ്റ് റിലീസായ പടം സത്യനന്ദിക്കാടിൻ്റെ ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയായിരുന്നു. നമ്മുടെ ഫഹദ് ഫാസിൽ അമലാപ്പോൾ. അത് ദൈവാദിനമായിട്ട് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് സത്യൻ സാറിൻ്റെ പടത്തിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റണമായിരുന്നു. അതെന്തായാലും ഈ പ്രാവശ്യം തന്നെ അത് സാധിച്ചു. പിന്നെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. കോമഡി ആയിരുന്നു അതിൽ? അല്ല, അതാണ്. അതെ അതെ, ഞാൻ ഒട്ടും കോമഡി ചെയ്തിട്ടില്ല. എന്നെ എല്ലാവരും പ്രതീക്ഷിക്കുക ഒരു കോമഡി ചെയ്തിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഒട്ടും കോമഡി ചെയ്തിട്ടില്ല. ഫഹദിൻ്റെ ചേച്ചിയായിട്ട് സുധ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് ഞാൻ അതിൽ ചെയ്തേക്കണേ. അപ്പോൾ ഈ വിശേഷത്തിൻ്റെ ഇടയിൽ നമുക്കൊന്നുകൂടെ പറയാം, ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന എഗ് നൂഡിൽസും ചില്ലി ഗോബി. ഇനി ഉണ്ടാക്കി വരുമ്പോൾ അത് ചില്ലി ഗോപിയാണോ ഉണ്ടാക്കി വരുമ്പോൾ അറിയാം. ഇല്ല, ഞങ്ങൾ ഉദ്ദേശിച്ച ഐറ്റം തന്നെയാണോ? അല്ല, നമ്മൾ ഉദ്ദേശിച്ചായിരിക്കും, ഇനിയിപ്പോൾ അവർ ഉദ്ദേശിച്ച ഐറ്റം തന്നെയാണോ എന്നുള്ളത് എന്തായാലും നമുക്ക് ഉണ്ടാക്കാം. ഞങ്ങൾ വളരെയധികം എന്താ പറയുക എൻജോയ് ചെയ്ത് ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യമേ തന്നെ ജാമ്യം എടുത്തേക്കണം കേട്ടോ. ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് അല്ല പാചകത്തിൻ്റെ കാര്യത്തിൽ. അത് ശരിക്കും നന്നായിട്ട് അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടി ചൈനയിൽ പോയി പഠിച്ചിട്ട് വന്ന ഒരു ഐറ്റമാണ്. ഒരിക്കലും അല്ല കേട്ടോ, ഇതൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ചോദിച്ച് ഓരോരുത്തരടുത്ത് ചോദിച്ച് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ്. ശരിക്കും നല്ല അസൽ കുക്കാണ്. മെയിൻ ഡിഷ് പറയും. ശരിക്കും നല്ല അസൽ കുക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിലൊക്കെ പോയി നല്ല മീൻകറിയൊക്കെ കഴിക്കാറുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ എൻ്റെ വീട്ടിൽ വരുമ്പോഴും ഇവള് തന്നെയാണ് ഉണ്ടാക്കാറ്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, പിന്നെ പറഞ്ഞ പോലെ ഇവള് നീ എന്താ ഉണ്ടാക്കി നിന്റെ കേക്ക്, ഇവളും നന്നായിട്ട് പാചകം ചെയ്യുന്നുണ്ട്. അവള് സ്വന്തമായിട്ട് ഒരു ദിവസം ഇവളെ കുറിച്ച് നിങ്ങൾ വിചാരിക്കേണ്ട ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് വിചാരിക്കേണ്ട. ഇവള് സ്വന്തമായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയത്. നല്ലൊരു കേക്ക് വരെ ശരിക്കും ഇവിടെ മുട്ട കേക്ക് നന്നായിട്ട് ചെയ്തു, ഓവനിലൊക്കെ വെച്ച് ചെയ്തു. നല്ല സ്മൂത്തായി. ഞങ്ങൾ മുറിച്ച് കഴിക്കാൻ നിന്നപ്പം ഇവക്ക് അഹങ്കാരം കയറി, നമുക്കിതിന് ഒന്നുകൂടെ പൊലിപ്പിച്ച് ഒന്നുകൂടെ വേവിച്ചാൽ കുറച്ചുകൂടെ ഉറപ്പിക്കാൻ എന്ന് വിചാരിച്ചാൽ, പക്ഷെ നല്ലോണം കുറച്ച് എനിക്ക് തോന്നുന്നു അത് എറിഞ്ഞ് ഒരു
പട്ടിയും അങ്ങനെ അതിന് ഓടണം, അതിന് എറിഞ്ഞാൽ ചത്തുപോകുമായിരുന്നു. പോലെയായി. പക്ഷേ നമ്മൾ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ അത് മുറിച്ച് ആ കേക്ക് ഞങ്ങൾ മാറ്റി അത് പിന്നെ ഒരു ബിസ്ക്കറ്റ് ആക്കി ഞങ്ങൾ കഴിച്ചു. അതുകൊണ്ട് നമുക്കിത് നൂഡിൽസ് ബിസ്ക്കറ്റ് ആവുമോ പായസമാവുമോ എന്നൊക്കെ നോക്കാം. കാരണം നൂഡിൽസ് ഇത്തിരി വിഷമാണ്. കാരണം നമ്മളാരും നൂഡിൽസ് ഒക്കെ അല്ലേ സ്ഥിരം നമ്മളങ്ങനെ കഴിക്കുന്നതല്ലല്ലോ. നമ്മൾ ജസ്റ്റ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഓർഡർ ചെയ്തൊക്കെ കഴിക്കാറാണ് പതിവ്. ഞാൻ കേട്ടോ. അതെ. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ഇവളുടെ കഞ്ഞി അടുപ്പ് കത്തിക്കാം. നീ എന്താ പൊങ്കാലിടാൻ പോണ? നമുക്ക് കത്തിക്കാം. ഓക്കെ, പിടിച്ചോ. എൻ്റെ അടുക്കള അതെ 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 അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യമായി ഞങ്ങൾ രണ്ടുപേരും ആദ്യം പാൻ വെച്ചു, എന്നിട്ട് വെള്ളം ഒഴിക്കും. ഒരു കുപ്പി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് ചൂടാവട്ടെ. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഈ മെയിൻ വലിയൊരു ഭാവിച്ച പണി എന്ന് പറയുന്നത് വീട്ടിൽ അമ്മയൊക്കെ പറയുന്നേക്കാം, ഇതൊന്ന് വൃത്തിയാക്കാം. പറയാൻ ഇതിനകത്ത് നിറച്ചും പുഴുക്കളായിരിക്കും. നീ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതെ, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് മുറിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒക്കെ ഇപ്പം മരുന്നൊക്കെ അടിക്കുന്നത് കൊണ്ട് കോളിഫ്ലവർ എല്ലാവരും പറയും വെജിറ്റേറിയൻ, എല്ലാവരും വെജ് കഴിക്കും എന്നൊക്കെ പറയും. പക്ഷേ ഇതിനകത്താണ് നിറച്ചിട്ട് നോൺ വെജ് അതിൻ്റെ. ശരിക്കും പറയുകയാണെങ്കിലേ എടി നീയൊക്കെ മഞ്ഞപ്പൊടി ഉപ്പിട്ട് കുറേ സമയം ഒന്ന് വേവിച്ചാൽ ഇതിനകത്ത് എന്ത് വിഷാംശം ഉണ്ടെങ്കിലും പോകും. ശരിക്കും ചൈനക്കാർ മഞ്ഞപ്പൊടി ഇടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നമ്മളാണ് ചൈനയുള്ള എൻ്റെ അമ്മാവിനെ വിളിച്ചു അങ്കമാലിയിലുള്ള പ്രധാനമന്ത്രിയോട് വിളിച്ചു വയ്ക്കാം. അതല്ല, ഇത് ചിലപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊന്ന് നമുക്ക് എന്തായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേവിക്കുന്നു. നമ്മുടെ ആരോഗ്യത്തിന് പറഞ്ഞു അപ്പുറത്തെ അടുക്കളയിൽ നിന്നും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എടി ഒരു കാര്യം ചെയ്യും, ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക താഴെ, എന്നിട്ട് സ്റ്റൗ കത്തിച്ച് നമുക്ക് ഇത് അങ്ങോട്ട് വേവിക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഇതൊന്ന് വെള്ളമൊഴിച്ച് നമുക്ക് കോളിഫ്ലവർ ഒന്ന് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള നോൺ വെജ് ആയിട്ടുള്ള പുഴുക്കളയൊക്കെ നമുക്ക് കുടിക്കാം. പിന്നെ ഈ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഇതൊക്കെ ഞാൻ കളഞ്ഞേക്കാം. എടി നീ ചിക്കൻ മാജിക് കാണാറുണ്ടായിരുന്നോ? കാണുമായിരുന്നു. അത് ഇവളുടെ എപ്പിസോഡ് ഞാൻ മിക്കതും ഞാൻ വിടാതെ കാണാറില്ല. ഞാൻ ഭീഷണിപ്പെടുത്തിയതാ മര്യാദ. അതെ അതെ. നൂഡിൽസ് ഇടലാണ് നമുക്കൊരു കുറച്ച് മതി. ഈ വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നൂഡിൽസ് ഇടുക. ഇതിലാണ് മൊത്തം ഇരിക്കണം. ഇതാ ഞാൻ കുഴച്ചിട്ട് പൊടിച്ചിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, വെള്ളം തിളച്ചത് വെന്ത് വരുമ്പോൾ അതിങ്ങനെ ഒരു ഇതായിക്കോളും. ഇത്ര പോരാ? മതി, ഇത്ര മതി. ഞങ്ങൾക്ക് കുറച്ച് വരലേ ഉള്ളൂ. ഞങ്ങൾ കൊച്ചു പിള്ളേരല്ലേ, കുറച്ചുണ്ടാക്കാം. നന്നായിട്ട് നീ അവിടെ നിന്ന് ഇളക്കി കൊണ്ടിരുന്നോളൂ. അത് മാത്രം എനിക്കറിയാവുന്നൊരു പണിയുള്ളൂ. അതെ, ഇളക്കൽ. അപ്പോൾ നമുക്ക് ഇപ്പം എന്താ പറയുക, ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് തന്നെ ഈ ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചത് എന്താ വെച്ചാൽ, ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് പുറത്തും സുഹൃത്തുക്കൾ അത്യാവശ്യം ഉണ്ടാവുമല്ലോ, അവരൊന്നും വിളിക്കാതെ ഇവളെ തന്നെ വിളിച്ചത് എന്താ വെച്ചാൽ എനിക്കൊരു പണിയാണ്. അതെ, എപ്പോഴും ഞാൻ പാചകം ചെയ്ത് എൻ്റെ പാട്ട് മാത്രമാണല്ലോ നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇവളെ ഇളക്കിക്കൊണ്ട് എന്താ പറയുക 4 വരി പാട്ട് നിർബന്ധമായിട്ട് പാടേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നൂഡിൽസ് പാടാം. ഈ സമയം കണ്ടല്ലോ, പാടാം. നമുക്ക് ഇഷ്ടംപോലെ കുറച്ച് കൂട്ടി വയ്ക്കാം കേട്ടോ. ഈ വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഇടാം. അപ്പോൾ അതൊന്ന് തിളച്ചോട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ഉപ്പ് മതി. ഇതിൽ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇവിടെ നൂഡിൽസ് ഞാൻ ഇളക്കാം, നീ അവിടെ അതൊന്ന് ഇളക്കിക്കൊണ്ട് നമുക്ക് പാട്ട് ചെയ്യാം. ഞാൻ ഇപ്പം പാടുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. അത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടും പറഞ്ഞു പാട്ടു. അല്ല, ഇവൾക്ക് അതായത് ഞാൻ പാടി കഴിഞ്ഞിട്ട് പറയാം. അതെ അതെ, നോക്കട്ടെ. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും, കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും, കാണാമറയത്ത് ഒളിച്ചാലും, കണ്ണിനും കണ്ണായൊരുൾ കൺ തുമ്പത്ത്
ഏറെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. സരിക എന്തെങ്കിലും കാരണവശാൽ മിണ്ടാതിരിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ഭക്ഷണത്തിന് മിണ്ടാതിരിക്കത്തില്ല, കിടന്ന് ഉറങ്ങുമ്പോൾ പിന്നെ ഞാൻ ഈ പാട്ട് പാടുമ്പോൾ കാണാൻ പറയുന്നത് വല്ലവരും ഒളിച്ചിരിക്കുന്നുണ്ടോ? ആ ഒളിച്ചിരിക്കാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒന്ന് കാണാൻ പറയത്ത് വരും. അതെ, ഒന്ന് കാണാൻ അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ട്, ഒന്ന് വെളിയിൽ വരും എന്നാണ് നമ്മൾ പാടിയത്. അപ്പം നമുക്ക് ഈ നൂഡിൽസിൻ്റെ അകത്ത് ഉപ്പിടാം. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പാക്കറ്റ് പൊട്ടിച്ചിട്ടാൽ മതി. പക്ഷേ ഇതല്ല, ഇത് ഞങ്ങൾ സ്വന്തം കൈകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഓരോ മസാലയും ചേർത്തിട്ടുണ്ടാക്കുന്ന നൂഡിൽസ്. നമുക്ക് നൂഡിൽസിലേക്ക് സവോള വേണം, കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി എളുപ്പപ്പണി അവർക്ക് കൊടുത്തു. വെളുത്തുള്ളി ഇറക്കുക എന്നുള്ളത്, സവാള മുറിക്കൽ എൻ്റെ ജോലി. എടി ഇത് നോക്ക്, വേവ് കറക്റ്റാണോ അല്ലേ? ആ, നല്ലോണം. ഇതാണ് നമ്മളുടെ ഇത് വേവ് കറക്റ്റ് ആയാൽ തന്നെ ഓഫ് ചെയ്ത്. അപ്പോൾ ശരിക്കും പറയണേ ഇതാ ഈ പരുവത്തിൽ നമുക്ക് എടുക്കണം. ഇത് ഇത്തിരി ഇങ്ങനെ കിട്ടാൻ പാടാണ്. അപ്പോൾ നമ്മൾ നല്ലോണം ദോഷം പറയരുതല്ലോ, നല്ലോണം വെന്തിട്ടുണ്ട്, വെന്ത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവർക്കും അറിയണ്ടോ, വേവിക്കാനൊന്നും പാടില്ലല്ലോ. അതെ, ഇത് എനിക്ക് ഇങ്ങനെ ഊറ്റിയെടുക്കുക വെക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം. അതെ, കഴിക്കാൻ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ലല്ലോ. കഴിക്കാൻ പേടിയില്ല കാരണം നമ്മൾ ആകെ കുറച്ച് നൂഡിൽസ് എടുത്തിട്ടുള്ളൂ, അപ്പം അത് കളയണ്ട. അപ്പം ഇതിൻ്റെ ഒരു ചെറിയ കുട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ശകലം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശകലം വെള്ളം ഇങ്ങനെ കുറച്ച് മതി, അല്ലെങ്കിൽ അത് കുഴഞ്ഞു. അതായത് നൂഡിൽസ് എപ്പോഴും വേവിച്ചിട്ട് അതിനൊന്ന് കുളിപ്പിച്ചെടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ ശരിക്കും നൂഡിൽസ് റെഡി. ഈ കോളിഫ്ലവറും വെന്ത് ഇതും നമുക്ക് ഊറ്റിയെടുക്കണം. കോളിഫ്ലവർ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ മുക്കിപ്പൊരി. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇത്ര നേരം ഞാൻ സംസാരിച്ചു, പാട്ടൊക്കെ പാടി, നീ ഏത് പാട്ട് പാടുന്നില്ല? ഞാനോ? ഞാൻ പാട്ട് പാടാൻ നിർബന്ധമാണോ? ഫ്രൈഡ് റൈസിനുള്ള ബാക്കി വെജിറ്റബിൾസ് ഒക്കെയാണ് ഞാനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ചെറിയ ഫ്രൈ ആയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിക്കൊണ്ട് ഫ്രൈ ആക്കാൻ. സംഗതിയിൽ എന്തൊക്കെയാണ്? ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, സവോള, ഇതെല്ലാം കുനുകുന അരിഞ്ഞത്. എങ്ങനെ അരിഞ്ഞത്? കുനുകുന. ഇംഗ്ലീഷ് അരിയുമ്പോൾ ഈ സൗണ്ട് കേൾക്കണം. ഇനി നമുക്കൊരു അപ്പങ്ങളമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി, അമ്മായി ചുട്ടത് മരുമോള്. തുടങ്ങിക്കോട്ടെ. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനക്കായി. അപ്പങ്ങളമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചവടം പൊട്ടിയപ്പോൾ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് ചുട്ടെടുത്തില്ല. അത് ഇനി എങ്ങനെ ഇളക്കൊണ്ടിരുന്നോ അത് ചുട്ട് ഉള്ള പരുവത്തിൽ നമുക്ക് അല്ല, ഇത് ശരിക്കും ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ഉപ്പിട്ടു, ഇനിയും ജിഞ്ചർ. ഇല്ല, ആ സമയം കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഗുണമില്ലാതെ. Soya sauce swimming pool. ഒരാള് ഗ്രീൻ പീസും ഒരാള് റൈസും.
രണ്ട് സുഹൃത്തുക്കളായിരിക്കുന്ന ഭാവി ഭാര്യ ഭർത്താക്കന്മാർ. സന്തോഷമുള്ള കാര്യമാണ് എക്സൈറ്റ്മെന്റ് ഫ്രണ്ട്സ് ടേൺ അല്ലേ? പാട്ടൊക്കെ പാടിയോ? പിന്നെ വീണ ഒറ്റയ്ക്ക് വേണ്ട അല്ലേ? രണ്ടാളും കൂടി ഇരുന്നോട്ടെ. ഒരു പ്രശ്നമില്ല. ഇതിപ്പോ ഫ്രൈഡ് റൈസിന്റെ സ്റ്റേജിലാണോ? അതെ ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് അതിന്റെ കൂടെ സൈഡ് ഡ്രാഗൺ ചിക്കൻ, ഡ്രാഗൺ ചിക്കൻ സ്പൈസി കുങ്ഫു സ്റ്റൈൽ. ഇത് എങ്ങനെയുണ്ട് കുക്കിംഗ്? അല്ല ഏട്ടന് അവര് കുവൈറ്റിൽ അവര് പുറത്തായിരുന്ന സമയത്ത് അവരെന്തായാലും തന്നെയൊക്കെ തന്നെ കുക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അത്യാവശ്യം അറിയാല്ലേ? അത്യാവശ്യം അങ്ങനല്ല ചോറ് വെക്കും. പിന്നെ നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സും മുസ്ലിംസാണ്. അപ്പം നെയ്ച്ചോറും അത്യാവശ്യം മലബാർ സ്റ്റൈലുകാരാണ് മൊത്തം. ചോറുമാണ് നമ്മുടെ അതിന് മാത്രമേ ഉള്ളൂ. ബാക്കി അപ്പൊ വീണയ്ക്ക് എന്തായാലും ധൈര്യമായിട്ട് കല്യാണം കഴിക്കാം. ഞാനത് നല്ല വൃത്തിയെ കട്ട് ചെയ്യുന്ന പോയി ഞാൻ രക്ഷപ്പെട്ടെ. അല്ലേ? കൊള്ളാം, അതൊരു നല്ല കാര്യം. ഓക്കെ, ശരി. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. അപ്പൊ നമ്മുടെ മംഗളമായിട്ട് കഴിഞ്ഞു എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ശുഭപ്രതീക്ഷയോടെ ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യേണ്ട ടൈമായി. ഏകദേശം എല്ലാം അപ്പോൾ ഇതിനുണ്ടാക്കിയതൊക്കെ അവർക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഒരിക്കൽ കൂടി സർവറ നല്ല അരിഞ്ഞതിന് ശേഷം കുറച്ച് റൈസ് വേവിച്ച് വെച്ച ശേഷം ആ ചിക്കൻ്റെ ബാക്കി നമ്മൾ ആ വേവിച്ച വെള്ളത്തിനകത്തും പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് റൈസ് വേവിച്ചിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാം ബോയിൽ ചെയ്ത് ആസ്ക ബിസ്ക എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയാണ് പറയാം. അല്ല, അപ്പം എന്തായാലും ഡ്രാഗൺ ചിക്കൻ എന്നൊരു വെറൈറ്റി ഒരു ഡിഷ് തന്നെയാണ് ഡ്രാഗൺ ചിക്കൻ. അപ്പം ഞങ്ങൾ കുറച്ച് സ്പൈസി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്പൈസി ആയിട്ടുമാണ് ഡ്രൈ ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡ്രാഗൺ ചിക്കൻ. ഞങ്ങൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് നമ്മുടെ ശരിക്കും മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരം എന്ന് പറയുന്ന സ്പൈസി ആയിട്ടുള്ളതാണ്. പേരുകൊള്ളാണ്. അതെ, നല്ല മുളക് പൊടി ഇളകി കൊടുത്താലും കഴിക്കും. അതെ, അത് ചുമ്മാ. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കനാണ്. അങ്ങനെയൊക്കെ ഞാനും കാണിച്ച് നോക്കുക, മറ്റേ അവരെ കാണിക്കുന്നത്. വേണ്ട, അവസാനം ആപ്പാടെ കുറച്ചേ ഉള്ളൂ, ഇതെല്ലാം താഴെ പോയത്. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ റെഡിയാണ്. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് നമ്മുടെ നാടൻ ശൈലി തന്നെ, എന്നാൽ കുറച്ച് ഗ്രീൻ പീസ് കുറച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിഷാണ്. ഫ്രൈഡ് റൈസ് തന്നെയാണ്. സോ നമുക്കിനി വിധി കർത്താക്കളെ നമുക്കിത് സുന്ദരൻ, ഇതിന് രണ്ടിനെ സുന്ദരി, ഇത് സുന്ദരൻ അല്ല, ഇത് സുന്ദരൻ, ഇത് സുന്ദരി, ഞങ്ങൾ അങ്ങനെയാക്കി മാറ്റി. തിരിച്ചാക്കുന്നായിരിക്കുന്നുണ്ട്. അതല്ലേ കുറച്ചുകൂടെ കട്ടി. അപ്പോൾ അത് സുന്ദരൻ, ഇത് സുന്ദരി. അപ്പോൾ ഈ സുന്ദരൻ ഡ്രാഗൺ ചിക്കൻ മറ്റേ എന്താ വെച്ചാൽ എരിവുള്ളുണ്ടല്ലോ, ഡ്രാഗൺ സ്പൈസി ചിക്കനും ഈ സുന്ദരി ചിക്കൻ ഫ്രൈഡ് റൈസും നമുക്ക് കുറച്ചുകൂടെ മനോഹരമാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വെയിറ്റിംഗ്. ഇവിടെ എല്ലാവരും റെഡി ആക്കുമ്പോഴത്തേനും നമുക്കത് ഗാർണിഷ് ചെയ്ത് കൊണ്ടുപോകാൻ നേരത്തെ ഇനി കാണിക്കുള്ളൂ. ബാക്കി അറിയത്തുള്ളൂ. ചേട്ടൻ പാടും. എനിക്ക് ഇത്ര അറിയത്തുള്ളൂ. ബാക്കി ആര് പാടും? ബാക്കി ദിലീപേട്ടൻ പാടും. ബാക്കി പാടാനായിട്ടാണോ കൊണ്ടുവന്നത്? ഞാനത് എന്നെ കൊണ്ട് കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചില്ല. പാട്ടോടെ എന്നോട് പറഞ്ഞു. ഒരു ഒറ്റ കാര്യം ഞാൻ പാടില്ല. ഇനി വേണമെങ്കിലൊരു 3 ടൈപ്പിൽ പാടാൻ നോക്കാം, ശ്രമിക്കാം. 3 ടൈപ്പ് എനിക്ക് ഫുള്ളറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ഒരു ടൈപ്പിൽ പാടാൻ നമ്മള് പെടാപ്പാട് പെടുക. അപ്പോഴാണ് 3 ടൈപ്പ് കൊണ്ടുവന്നു വെച്ചാൽ എന്റെ മാനം കിട്ടും. നിങ്ങളുടെ തീരുമാനമായോ? ഞാനൊന്ന് എന്നാ പാട്ടും കാനന ചോലയിലെ ആടിനെ മേയ്ക്കുവാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല 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 നമ്മെ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ.
ഏതാ ടൈപ്പ് പോരട്ടെ ഓടിക്കോ നനച്ചായയിൽ ചെറു ചെറു ക്ലാസിക്കലായോ ഞാനും വരട്ടയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മ പാടില്ല പാടില്ല നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടെ കാനന ചായയിൽ ആടിനെ മേക്കുവാ ഞാനും വരട്ടയോ നിന്റെ കൂടെ കാനന ചായയിൽ ആടിനെ മേക്കുവാ ഞാനും വരട്ടയോ നിന്റെ കൂടെ പാടില്ല 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 നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ പാടില്ല 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 നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ ഇനിയുണ്ടോ ആ മ്യൂസിക് ഡയറക്ടർ കാണാത്ത ഭാഗ്യം ഓടിച്ചിട്ട് അടിച്ചതല്ലേ. അല്ല എന്തായാലും കുക്കിങ്ങിന് വിളിച്ച് പൈസ ഒന്നും ഞാൻ തരത്തില്ല, പാട്ട് പാടില്ലേ. അതെ എന്നെ ഉപദ്രവിച്ചപ്പോൾ സന്തോഷമായല്ലോ. അല്ല ഇവിടെ കുക്കിങ്ങിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോന്ന് ചോദിച്ചു. ചേട്ടൻ ഫുൾ കുക്ക് ചെയ്ത് ഒരു പാട്ടും പാടി, ഞാൻ കാശ് തരത്തില്ല. അതൊരു പരിപാടിയായി പോയിട്ടോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഞാൻ ഈ കൈ നന്ദി- തന്നില്ലേ ഒരു പാട്ടിനെ നശിപ്പിച്ചത് അങ്ങനെ പറയരുത്. എന്നെ കൊണ്ടാവുന്ന പണിയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. പ്ലീസ് നശിപ്പിക്കാനാണ് അറിയുന്നത്. അല്ല അഞ്ജനയുടെ നിങ്ങൾ ഭയങ്കര പാചകമായിരുന്നല്ലോ. അതെ. കുക്കിംഗ് വന്നപ്പോഴത്തേക്കും അടുത്തിരിക്കുന്ന ആളെ കണ്ടോ, നമ്മള് കുറച്ച് കാർന്നറായി പോയി. ചെറിയ പയ്യൻ വന്നപ്പോ നമ്മള് അപ്പോ നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ മറ്റേതൊക്കെ വെറും സിമ്പിൾ ജോലികളാണ്. രണ്ട് വേവിച്ച് വെച്ചിട്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. ആദ്യം ഒരു പാൻ വെച്ചു, അതിലേക്ക് അതിന് മുന്നേ കത്തിക്കണം, ആദ്യം ഗ്യാസ് കത്തിക്കണം. അതെ. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് നല്ലോണം ഇരുന്നോട്ടെ. എണ്ണ ചൂടായി, അതിലേക്ക് വെളുത്തുള്ളി ഇടുക. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് സവോള ഇടുക, ക്യാരറ്റ് ഇടുക, ബീൻസ് ഇടുക, കേബേജ് ഇടുക, പച്ചമുളക് ഇടുക, കുറച്ചിടുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നോക്കിയിട്ട് പിന്നെ ഇടാം. എന്നിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇതിങ്ങനെ വഴറ്റിയെടുക്കുക. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആവാം അല്ലേ? തോന്നുന്നു. അവൾക്ക് ഞാൻ ഭാരപ്പെട്ട പണി കൊടുത്തു, ഇത് നന്നായിട്ട് ഇളക്കാൻ. അങ്ങനെ വിട്ടപ്പറ്റേ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മുട്ട വേണം. മുട്ട എഗ് നൂഡിൽസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും എഗ് കൂടിയേ തീരുള്ളൂ. നമുക്കൊരു 3 മുട്ട ഞാനിപ്പോൾ ഉടച്ചു. നമുക്കൊരു 4 മുട്ട ഞാനെടുത്തു. നമുക്കൊരു 5 മുട്ട. ആരോഗ്യത്തിന് ഹാനികരമാണ്. പോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഇതിനൊക്കെ വേണ്ടി എനിക്ക് വേണ്ടി അത് ഞാൻ ആണോ വിഭജിച്ച് കൊല്ലാൻ 5 മുട്ട. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ മുട്ട നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇപ്പം 5 മുട്ടയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊരു ഈ സവാളയൊക്കെ ഒരു ഇച്ചിരി ഒരു റെഡിഷ് ആവും വരെ നമുക്കിത് ചൂടാക്കാം. അപ്പോൾ നമുക്ക് നൂഡിൽസ് ഇതാ ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നൂഡിൽസ് അല്ല, അതിനുള്ള സവാള, ക്യാരറ്റ്, ബീൻസ്. ഈ സമയം നമുക്ക് ഈ കോളിഫ്ലവറിനെ മുക്കി പൊരിക്കാം. നിർത്തി പൊരിക്കുക എന്നൊക്കെ പറയണ പോലെ മുക്കി പൊരിക്കുക അല്ലേ. ഇതാദ്യം ഇതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ നമുക്ക് ഇതിലാണ് മുക്കി പൊരിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിന് വേണ്ട സാധനങ്ങൾ കോൺഫ്ലവർ, ഇതിനും വേണം എന്ത്, മുട്ട, ശകലം മുട്ട. നമ്മൾ നേരത്തെ അതിന് വേവിക്കാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ്, കുറച്ച് മൈദ. ഇതാ ഇത്രയും കാശ്മീരി ചില്ലി, ശകലം. അതിനവരങ്ങനെ ഇടാറില്ല, നമുക്ക് കുറച്ചിട്ടേക്കാം. കുഴച്ചിട്ട് വേണമെങ്കിൽ ഇടാം. ഇവർക്കങ്ങനെ എരിവങ്ങനെ വലിയ കാര്യമായിട്ടില്ലല്ലോ. നമുക്ക് നമ്മുടെ ആൾക്കാർക്കല്ലേ എരിവൊക്കെ വേണ്ട. നന്നായിട്ട് ഇളക്കുക. അങ്ങനെ കോളിഫ്ലവറിനെ നമ്മളിങ്ങനെ ഇതിനകത്തേക്ക് മുക്കുവാണ്. മുക്കി പൊരിക്കാം.
ഇത് അവിടെ ഒന്ന് കുറച്ച് സമയം ഇതിനകത്ത് പിടിക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് എഗ്ഗ് നന്നായിട്ട് ഇനി നമുക്ക് തീ കൂട്ടി കൊടുക്കാം. ഇതിനകത്ത് തന്നെ ഇട്ട് നമുക്ക് വഴറ്റാം. നമ്മളിപ്പോൾ മുട്ട ഒഴിച്ചിരിക്കുന്നത് ക്യാരറ്റും ബീൻസും വഴറ്റി അതിലേക്കാണ് നമ്മൾ ഈ മുട്ടയും കൂടെ ഒഴിച്ച് നന്നായിട്ട് അപ്പോൾ നമ്മൾ ഇത്രയും നേരം ശ്രദ്ധയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നൂഡിൽസിനെ നമ്മൾ വളരെ വിനയപൂർവ്വം അതെ ഇതിലേക്ക് ഇവിടെ ഇതൊന്ന് ഇളക്കി നോക്കട്ടെ ഭഗവാനെ. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസ് അതൊക്കെ ഒഴിക്കാൻ തന്നെ പേടിയാണ്. ശകലം ക്ഷമ വേണ്ട, കുറച്ച് ടൊമാറ്റോ സോസ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണാൻ ഉപ്പിൻ്റെ കുറവ് മാത്രമല്ലേ ഉള്ളൂ. ഇതാണ് പറയുന്നത്, ഭംഗിയുള്ളത് മാത്രം കാര്യമില്ല. ഇതൊക്കെ തെറിച്ച് പോണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ ഈ ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കലാപരമായിട്ടാണ് കൃഷ്ണപ്രഭ അത് കട്ട് ചെയ്തതെന്ന് കണ്ടില്ലേ? അപ്പോൾ അവൾ ഒരുപാട് ക്ഷീണിച്ചു. ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അവൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവളെ പാചകം പഠിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ ഞാനാട്ടോ. എനിക്ക് വയ്യ. ഭാവിയിൽ ഏതെങ്കിലും വീട്ടുകാരെന്നെ ഓടിക്കുകയാണെങ്കിലും അതെ, പാചകം അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലേ. എന്തോ ചെറിയ സാധനത്തിന് എന്തോ കുറവുണ്ട്. എന്താണെന്നൊരു സംശയം. ശകലം കുരുമുളക് കിട്ടാലോ? ഇതിലാ വരൂ. ടേസ്റ്റിൻ്റെ കുറവായിരിക്കും. ഇനി നമ്മുടെ സൈഡ് ഡിഷ്. അപ്പോൾ നമുക്ക് സമയമില്ല, പെട്ടെന്ന് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലാണ് നമ്മൾ ഈ കോളിഫ്ലവർ നമ്മൾ മുക്കി പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നൂഡിൽസ് നേരത്തെ എടുത്ത് മാറ്റി വെച്ചായിരുന്നു. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചൊരു സാധനം ഉണ്ടായിരുന്നു, കോളിഫ്ലവർ, മുട്ട, മൈദയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തത്. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഓക്കെ. ഇനിയും നമ്മളുടെ ഭാവി സിനിമയുടെ വാഗ്ദാനമാണ്. വെറുതെ അവളെ കൊണ്ട് ഞാൻ ഇതൊക്കെ പൊരിപ്പിച്ച്, അതുകൊണ്ടല്ല ശരിക്കും അറിയാൻ പാടുള്ളതുകൊണ്ട് നമുക്കിതിങ്ങനെ ഞാൻ പൊരിച്ചതാണ്. ഇതിപ്പോൾ ശരിക്കും പറയണമെങ്കിൽ നമ്മളെ നാട്ടിലെ ഉള്ളിയോടെ പോലെ ഉണ്ട്. എന്തായാലും ഇതിങ്ങനെ ഇളക്കുന്നുണ്ട്. ഇത് നീ ഇളക്കിക്കൊണ്ടിരുന്നടി, നീ കൂടുതൽ ഇളക്കണ്ട, എന്നിട്ട് ഇളക്കേണ്ടത് അതിട്ട് ഇളക്കിക്കൊണ്ടിരുന്നോ. അപ്പോൾ നമുക്ക് സൈഡ് ഡിഷ് ഉണ്ടാക്കാം. നമുക്കിത് സ്റ്റൗ കത്തിക്കാം. ശരിക്കും ഇതൊരു നാടൻ ഡിഷാണ് ഞങ്ങൾ കലക്കിയാണ്. ഇതിപ്പോൾ ചൈനീസ് ആയതുകൊണ്ടാണ് ഈ ഒരു ടെൻഷനും കാര്യങ്ങളും. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. പക്ഷേ നിങ്ങളൊരു നാടൻ ഡിഷാണ് തരുന്നതെങ്കിൽ നമ്മൾ ചൈനീസ് ഞങ്ങൾ പറയും ചൈനീസ്. എണ്ണ ഒഴിച്ചു, അതിലേക്ക് ശകലം ഇഞ്ചി, ശകലം വെളുത്ത സവോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കും. ഇങ്ങനെയൊന്നും നല്ല കുറച്ചുകൂടെ നല്ല സ്റ്റൈലായിട്ടൊക്കെ പൊരിക്കണം. ഞങ്ങളിപ്പോൾ പഠിച്ച് വരുന്നാലേ ഉള്ളൂ. ഞങ്ങൾ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെ നന്നാക്കാം. എന്നാലെങ്കിലും പഠിച്ചാൽ മതിയായിരുന്നു. അതെ. അപ്പോൾ അതാ സവോള നന്നായിട്ട് വഴറ്റി, ഇത് ചെറുതായിട്ടേ അവർ വഴറ്റുള്ളൂ. കുറച്ച് പച്ചമുളക്, ക്യാപ്സിക്കം. ഇപ്പം നമ്മളാണെങ്കിൽ ഇതിലിപ്പം മുളകും പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടങ്ങ് നന്നായിട്ട് വഴറ്റും. ഇവരുടെ ഫേമസ് സാധനങ്ങളായ സോയാ സോസ് കുറച്ച് നല്ലോണം വേണം. ചില്ലി സോസുകളാണ് ഈ ചൈനീസ് ഡിഷിൽ കൂടുതൽ വേണ്ട സാധനങ്ങൾ. ടൊമാറ്റോ സോസ്. എന്നാലും ഇതൊക്കെ അധികമായി പോവുകയാണെങ്കിൽ ഭയങ്കര പണിയായിരിക്കും. കൊള്ളത്തിലായിരിക്കും അത്ര. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ശരിക്കും പറയാൻ എളുപ്പമാണ്, പക്ഷേ ഞാനിപ്പോൾ അതാണ് വിചാരിച്ചത്. ഇപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും എളുപ്പമാണ്. മറ്റേ പറയുമ്പോൾ വലിയ
ചൈനീസ് ഗോബി നമ്മൾ പേടിച്ചു ബലത്തിലാണ് പറയുന്നതെങ്കിലും എളുപ്പമാണ്. ഇതിലും പാടാ ശരിക്കും നമ്മുടെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അതെ അതെ പുളിശ്ശേരി, അവിയൽ, തോരൻ, രാവിലെ ഇരുന്ന് തുടങ്ങണം. പക്ഷെ എന്ന് കരുതി നമുക്ക് ഡെയിലി ഇത് കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചൈനക്കാരല്ല. അത് മാത്രമല്ല എപ്പോഴും നമുക്ക് ഈ രുചി പിടിക്കില്ല, വല്ലപ്പോഴും ഒക്കെ അല്ലേ. ഞങ്ങൾ രണ്ടുപേരും തന്നെ മതി കുറച്ച്. അത് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇപ്പം ഭംഗിയുണ്ട്, ഭംഗി മാത്രം കൊണ്ട് കാര്യമില്ല. അപ്പോൾ എല്ലാ കൈരളി TV പ്രേക്ഷകർക്കും വേണ്ടി ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൃഷ്ണപ്രഭയും കൂടെ ചൈനീസ് നൂഡിൽസ്, എഗ് നൂഡിൽസും ചില്ലി ഗോബി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണപ്രഭ ശരിക്കും പറയുകയാണെങ്കിൽ ഇനി ഇത് വീട്ടിലെന്തായാലും ഇനി ഞാൻ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാനിത് പഠിപ്പിച്ചതിന് ഇപ്പം നന്നായിട്ട് അത് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണപ്രഭ അഭിനയിച്ച ഒരു ഇന്ത്യൻ പ്രണയകഥ. അതിലൊരു പാട്ട് തന്നെ പാടിയിട്ട് നമുക്കിത് വൈകിട്ട് ഇനിയും നേരമായില്ലേ പിരിയാൻ താമസമെന്തേ ദാഹിച്ചു മോഹിച്ചു തേനുണ്ണുവാൻ ഞാൻ ഓടി വന്നില്ലേ കിളികൾ നീ തുറന്നാട്ടെ മധുരത്തേൻ പകർന്നാട്ടെ പാദസ്വര താളം കേൾക്കെ കാതിൽ നിന്നൂളമായി വാർമുടിയിലേതോ പോയിൽ പതിയിൽ വീണുപോയി പറയാനെന്തോ വീണ്ടും ചുണ്ടിൽ തങ്ങാൻ മിണ്ടാൻ വയ്യാവോ മനപ്പോവേ. ഇത് ഞാൻ ഇതിൽ കറക്റ്റായിട്ട് പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്താണ് പറഞ്ഞത്. അത് തന്നെ സാറിനോട് സോറി പറയാറുണ്ട്. പാട്ട് പാടി കൊളാക്കി ഈ പാട്ട് കേൾക്കുന്നതോടുകൂടി കട്ട് ചെയ്ത് നിങ്ങൾ ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുവാണോ? അതെ, നേരത്തെ കഴിഞ്ഞു. ഓ എന്ത് ഭാഗ്യല്ലേ. ഇന്ന് നേരത്തെ ശരിയായി കഴിഞ്ഞെങ്കിൽ അതിന് ഉത്തരവാദി എല്ലാ ക്രെഡിറ്റും കൃഷ്ണപ്രഭയാണ് അല്ലേ? എഗ് നൂഡിൽസ് നമ്മളിപ്പോൾ ടേസ്റ്റ് ഡ്രാഗൺ ചിക്കൻ അല്ല ഓക്കെ. നിങ്ങൾ ചിക്കൻ ഒന്നും വേണ്ട വിചാരിച്ചു അല്ലേ? കൃഷ്ണപ്രഭ വെജ് അങ്ങനെ വല്ലതും ആണോ? വീട്ടില് പ്യോ വെജിറ്റേറിയൻ, അമ്മ പ്യോ വെജാണ്, ഞാനേ ഉള്ളൂ ബ്രാഹ്മിൻ അങ്ങനെ എന്തെങ്കിലും? അല്ല നേരെ തന്നെ. പക്ഷേ വീട്ടില് അച്ഛനും വെജിറ്റേറിയൻസ് ആണല്ലേ? ഞാൻ ഇങ്ങനെ ഇവളൊക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വന്നിട്ട് മീനൊക്കെ കുറച്ച് മീനൊക്കെ കഴിച്ചു. സരികേട നാടൻ വിഭവങ്ങളൊക്കെ. പക്ഷെ ഇവിടെ പഠിച്ചു കറക്റ്റായിട്ട്. ഇപ്പം മീൻ വറക്കാനൊക്കെ പഠിച്ചു. എന്തായാലും എന്താ പറയുക, കൃഷ്ണപ്രഭനോട് ഞാൻ വലിയ നന്ദിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും ഇനിയും അവൾ എൻ്റെ കൂടെ ഇവിടെ വരാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ. ഇനി ഞാൻ വരും. എനിക്കങ്ങനെ ഒന്നുമില്ല. നമ്മൾ എപ്പോഴും വീട്ടിൽ പോയി കുക്ക് ചെയ്യുക തന്നെയാണ് ഞങ്ങൾ. അടുക്കള ഒന്ന് മാറ്റി ഇവിടെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ബൈ.